അവരൊക്കെ ഇങ്ങ് എത്തി. ശരേ വേഗം വാ. മാഷെ ഒന്നേ, ഇയാള് എങ്ങോട്ടാ ഓടുന്നത്? വയറിന് സുഖമില്ല. മാഷേ ഒന്ന് നിൽക്കാൻ. മാഷേ ഒന്ന് നിന്നേ. മാഷേ ജോജി എല്ലാം പറഞ്ഞെന്നാ തോന്നുന്നു. അവിടെ നിന്നില്ലേ എല്ലാരെയും പറ്റിക്കുന്നല്ലേ, എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. എവിടൊക്കെയാണ് അന്വേഷിച്ചു? ആരാ വന്നിരിക്കുന്നേ? അവര് നാട്ടില് എല്ലാം എന്നോട് പറഞ്ഞു. അവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. കയ്യോടെ പിടിച്ചോണ്ട് ചെല്ലാൻ എന്നോട് പറഞ്ഞു. അരിയാരെ ഞാനെല്ലാം തുറന്നു പറയാം. തുറന്നു പറയാനോ? ഈ മാഷ എന്തൊക്കെയാ പറയുന്നേ? മാഷ കാണാൻ നാട്ടിൽ നിന്ന് ഒരാള് വന്നിരിക്കുന്നെന്ന്. ആര്? ഏതോ ഒരു ജോജി. ജോജിയാ? അതെ, ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ. അതാണ് എന്റെ മുഴുവൻ പേര്. വർമ്മയാണോ? എന്നെ കണ്ടാ വർമ്മയാണെന്ന് തോന്നൂലേ? കൊള്ളാം. ഒരു തറവാടിക്കും മറ്റൊരു തറവാടിയെ കണ്ടറിഞ്ഞൂടെ? ശരിയാ, മാഷ കണ്ടാലേ അറിയാം ഒരു തറ. വാടിയാണെന്ന് കേട്ടോ മാഷെ. ഈ കുഞ്ഞാലിക്കുട്ടി ഞാനും ചെറുപ്പത്തിലേ ഉറ്റ ചങ്ങാതിമാരാ. ജീവിതം വഴിമുട്ടിയ ഒരു ഘട്ടത്തിൽ ഞാൻ ബോംബെക്ക് നാട് വിട്ടു. അവന് പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കോയാ മനസ്സിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മാഷുപണി എന്നൊക്കെ പറയുന്നത് വെറും ഒരു നേരം പോക്കാ. അല്ലേ അല്ല, അങ്ങനൊരു ഭാവമേ മാഷിനില്ല. ആത്മാർത്ഥത, അച്ചടക്കം, പ്രവർത്തനശേഷി, എളിമ, ഇതൊക്കെ കുഞ്ഞാലിക്കുട്ടി മാഷെ കണ്ടുപിടിക്കണം. അതിനൊക്കെ ക്ലാസ് കൊടുത്തിട്ടല്ലേ ഞാൻ അവനെ ഇങ്ങോട്ട് വിട്ടത്. ജോജി വളരെ നേരത്തെ ബോംബെക്ക് നാട് വിട്ടെന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ ഇനി എന്നെങ്കിലും ഒരു മാഷായിട്ട് ജോലി കിട്ടുന്ന കാലത്ത് ഇന്ന വിധത്തിലൊക്കെ പെരുമാറണമെന്ന് ഞാൻ അവന് നേരത്തെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവനോട് നല്ല പേരല്ലേ? പിന്നെ കുഞ്ഞാലിക്കുട്ടി മാഷ് എന്ന് പറഞ്ഞാൽ ജീവനാ ഹാജിയാർക്ക്. വന്നല്ലോ മാഷ്. കുഞ്ഞാലിക്കുട്ടി, നീ അങ്ങ് വളർന്ന് വലിയ മാഷായി പോയല്ലേ? നീ എന്താ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നത്? ഇത് ഞാനാടാ, ജോജി. ജോജി, ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ. വർമ്മ, വർമ്മ. ഇപ്പൊ എനിക്ക് എല്ലാം ഓർമ്മ വരുന്നു. പഴയതൊന്നും മറക്കല്ലേ. എന്തൊരു സ്നേഹ. നീ അങ്ങ് വലുതായി പോയല്ലോ. ഇത് ഹെഡ് മാസ്റ്റർ, ഇത് ഡ്രിൽ മാസ്റ്റർ. എന്റെ പേര് അലിയാർ. വലൈക്കും അസ്സലാം. നമുക്ക് വീട്ടിലോട്ട് പോവാം. അതെ, പേരെന്താ പറഞ്ഞേ? ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ. എന്റെ നന്മയ്ക്ക് വേണ്ടി ബാപ്പ വെച്ച് നീട്ടിയതെല്ലാം ഞാനായിട്ട് തട്ടിത്തെറിപ്പിച്ചു. സ്വന്തമായിട്ടെടുത്ത തീരുമാനങ്ങൾക്ക് അല്പം പിഴവ് പറ്റിയപ്പോ ഞാനാകെ തകർന്നു പോയി ജോജി. ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാനുള്ള വെമ്പലായിരുന്നു മനസ്സ് മുഴുവൻ. ജാഫർ ഖാന്റെ ആൾക്കാർ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ വന്നപ്പോ ചതിക്കുഴിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായില്ല. സ്റ്റാർ ഹോട്ടലിലെ താമസം, മുന്തിയതരം ഭക്ഷണം, എല്ലാം പണം തട്ടിയെടുക്കാനുള്ള പ്രഹസനങ്ങൾ മാത്രമായിരുന്നു. എന്തോ ചില പേപ്പറുകളിൽ ഒപ്പിടിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് അവരെന്നെ ഹോട്ടലിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് എവിടെ വെച്ചാ എപ്പോഴാ അവരപ്രത്യക്ഷരായതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പോലീസിൽ പരാതിപ്പെടാമായിരുന്നില്ലേ നിനക്ക്? ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തി ബോംബെയിലെത്തിയ അനേകരുടെ കഥകൾ. അതായിരുന്നു പോലീസുകാർക്ക് പോലും പറയാനുണ്ടായിരുന്ന മറുപടി. ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ 3-4 ദിവസം ഞാൻ അലഞ്ഞു നടന്നു. എങ്ങനെയെങ്കിലും ജാഫർ ഖാനെ കണ്ടെത്തണമെന്ന വാശിയായിരുന്നു മനസ്സ് മുഴുവൻ. കുറ്റബോധത്തിൽ നിന്ന് ഉടലെടുത്ത് അടങ്ങാത്ത പക. ബോംബെയിലെ തെരുവുകളിലും ഹോട്ടലുകളിലുമൊക്കെ അവനെ ഞാൻ തിരഞ്ഞു. ഒടുവിൽ പുതിയൊരു ഇരയെ കൊടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ജാഫർ ഖാനെ ഞാൻ കണ്ടെത്തി. എല്ലാവരുടെയും വിസ ശരിയായിട്ടുണ്ട്. എമൗണ്ട് എല്ലാം റെഡിയാണല്ലോ.
പറഞ്ഞ എമൗണ്ട് ഉണ്ട് സാർ. അവർ 20 പേര് റെഡിയായി നിൽക്കുക. നാളത്തെ ഫ്ലൈറ്റിൽ പൊന്നിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് നാട്ടിൽ ചെല്ലാൻ പറ്റില്ല. ഘബറാവുമത്. നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളി. നാളെ നേരം പുലർന്നാൽ ബോംബെ എയർപോർട്ടിൽ നിന്ന് ഗൾഫ് എയറിന് ഫ്ലൈറ്റ് പറന്നാൽ അവരെല്ലാവരും അതിലുണ്ടാവും. ജരൂർ. താങ്ക് യു സാർ. ഓക്കെ. വരട്ടെ. ഇനി വൈകിയാൽ പ്രശ്നമാണ്. നാളെ അവർ യാത്രയ്ക്ക് തയ്യാറായി വരുമ്പോൾ നമ്മൾ ഈ ബോംബെയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കും. ഇവിടെ നമുക്കുള്ള സർവ്വ ബാങ്ക് അക്കൗണ്ടുകളും 4 ദിവസത്തിനകം പോലീസ് മരവിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് എല്ലാ ബാങ്കുകളിൽ നിന്നും അക്കൗണ്ട് വിഡ്രോ ചെയ്തു. 8 കോടി രൂപയ്ക്കുള്ള ഡ്രാഫ്റ്റും ഡോക്യുമെന്റ്സും ഇതിനകത്തുണ്ട്. കസ്റ്റംസ് അധികാരികളുടെ കണ്ണ് വെട്ടിച്ച് വേണം നമുക്കിത് കൊണ്ടുപോകാൻ. ബി കെയർഫുൾ. നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് ഇതൊക്കെ. ഇതിവിടെ വെക്കണ്ട. इधर भी रेड हो सकता है. ये आपके साथ ले जाओ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ നാളെ എയർപോർട്ടിൽ വെച്ച് കാണാം. खुदा हाफिज.
ജാഫർ ഖാൻ രക്ഷപ്പെട്ടാൽ എന്റെ മരണം അയാളുടെ കൈകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ആശ്രിതരുടെ കൈകൊണ്ട്. എന്തായാലും ഒരു നൂൽപാലത്തിലൂടെയാണ് എന്റെ യാത്ര. അന്ന് ഞാൻ നിന്റെ സഹായം തേടിയത് ഏറെ മോഹങ്ങളോടെയായിരുന്നു. പക്ഷെ ഇപ്പോ നീ മാത്രമേ എനിക്കുള്ളൂ. കേട്ടു മറന്നൊരു പഴങ്കഥയുണ്ട്, നാഴി മുറത്തോട് പരാതി പറഞ്ഞ കഥ. അറിയോ നിനക്ക്? അതുപോലെ നമ്മുടെ കാര്യം. എനിക്ക് കഴിഞ്ഞ 2 മാസമായി സ്വപ്നം കാണാൻ ഒരു നല്ല വിഷയമുണ്ടായിരുന്നു. നിന്റെ കത്തിനോടൊപ്പം വരുന്ന ഒരു വിസ, പിന്നെ ഗൾഫിലെ സ്കൂൾ ജോലി, 4 നേരം തീ പുകയുന്ന എന്റെ വീട്. രസമായിരുന്നല്ല, ഒന്നോർത്താ നേട്ടമാ. നരച്ചു വെളുത്ത 2 ഷർട്ടും ഫോട്ടോ മാറ്റിയൊട്ടിച്ച സർട്ടിഫിക്കറ്റുമായി വണ്ടി ഇറങ്ങിയ ഞാൻ 2 മാസം അല്ലലില്ലാതെ ജീവിച്ചില്ലേ. ചെറിയ സംഖ്യയാണെങ്കിലും അഭിമാനത്തോടെ 2 മണി ഓർഡർ വീട്ടിലേക്ക് അയക്കാൻ പറ്റിയില്ലേ? മതി ജോലി, സാരമില്ല, തുടരാം നമുക്ക് ഈ കള്ളനും പോലീസും കളി. ആരെയും വഞ്ചിക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ, നിനക്ക് ജീവിക്കാൻ, എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കാൻ. പടച്ചോ നമ്മുടെ കൂടെ കാണും. ആ അലിയാരി മാഷിന് ചെറിയ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. പലപ്പോഴായി ഓരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്നു. അലിയാർ മാഷിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അടുത്ത അധ്യായം നമുക്ക് അലിയാർ മാഷിൽ നിന്നും തുടങ്ങാം. അത് ശരി, വന്ന് അന്തപുരത്തിലായോ ശയനം? ഇയാളോ? ഇയാളിതുവരെ പോയില്ലേ? ഓഹോ, അപ്പൊ ഇവിടെ സ്ഥിരതാമസമാക്കാനാണോ പരിപാടി? എന്റെ പൊന്നു മാഷെ, ചതിക്കരുത്. ഇപ്പൊ ആകെ കൂടെ കുഴഞ്ഞേനെ. എന്തോന്ന് കുഴയാൻ? ഇയാളെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിടണം. വന്ന് ഏറിയപ്പോഴേ എന്റെ സ്വാതന്ത്ര്യത്തിലാ കയറി പിടിച്ചത്. മാഷക്ക് വൈകി പറ, ഇയാളായിരുന്നു പുറത്തു കളയാൻ. ചീള് കേറി. മാഷ് ഒന്ന് സമാധാനപ്പെടും. ഇപ്പൊ അവനെ ഉണർത്തരുത്, പ്രശ്നമാകും. പ്രശ്നം? എന്ത് പ്രശ്നം? നല്ല ഉറക്കത്തിന് വിളിച്ചുണർത്തിയാൽ വയലന്റ് ആവും, പിന്നെ പിടിച്ചാ നിൽക്കൂല. നിക്കണ്ട, ഇറങ്ങി പോട്ടെ. ഇയാൾ വയലന്റ് ആയാൽ അതിനേക്കാൾ ഞാൻ വയലന്റ് ആകും. മാഷന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. വരുന്നോനും പോനോനും ഒക്കെ കയറി ഇറങ്ങി നിരങ്ങ. ഇതെന്താ സത്രമാണോ? ഇതൊരു പ്രത്യേകതരം സൂക്കേടാണ്. ഈ സൂക്കേടിന് മരുന്ന് എന്റെ ഉണ്ട്. മാഷ പറയുന്നേ. ആഹാ, വയലന്റായി. ഏയ്, ഒരു പ്രാവശ്യം മൂത്രം ഒഴിച്ചു ശരിയായിക്കോളും. ഇനി നേരിട്ടൊരു ആക്രമണം ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? വാ. ഇതെന്ത് ഗിയർ സ്ലിപ്പായി? അച്ഛാ, ഈയിടെയായി കടയിൽ കളക്ഷൻ കൂടുന്നില്ലേ എന്നൊരു സംശയം. അതും ചെറുപ്പക്കാരുടെ കളക്ഷൻ. അത് ശരിയാ, നീ വന്നേ പിന്നെ നല്ല കച്ചവടം. എപ്പോ നോക്കിയാലും ആളും പേരുവാ. സുഖിപ്പിക്കണ്ട. ഞാൻ വന്നതിന് ശേഷമല്ല, കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണോട് വന്നതിന് ശേഷം. അത് ഏത് പെണ്ണാടാ? ഏത് പെണ്ണ? എന്റെ ഭാര്യ പ്രേമലത. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കടയും വീടും കൂടെ ഒരുമിച്ചുള്ള ഏർപ്പാട് അതങ്ങ് നിർത്തിയേക്കണം. വരുന്നവരും പോണവരൊക്കെ അങ്ങ് അകത്തോട്ടാ നോട്ടം. അത് ശരി, നിന്റെ കല്യാണത്തിന് ശേഷം പതിവായി കഴിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞാലിക്കുട്ടി മാഷ് പോലും ഇങ്ങോട്ട് കേറാതെ ഇങ്ങനെ പോയ കട മാറ്റേണ്ടി വരില്ല, പൂട്ടേണ്ടി വരും. അച്ഛാ, എന്താടാ? അച്ഛനല്ല അച്ഛാ, അച്ഛാ.